നേതൃവേദിയിലെത്തിയ NSS ഭാരവാഹിയെ പുറത്താക്കി. കോട്ടയം മീനച്ചിൽ താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് CP ചന്ദ്രൻ നായരെയാണ് നേതൃത്വം പുറത്താക്കിയത്. TP പ്രശാന്ത് നൽകും വിവരങ്ങൾ. പ്രശാന്ത്, NSSന്റെ സമദൂര സിദ്ധാന്തത്തിന് വിരുദ്ധമായി LDF വേദിയിൽ ഒരു ഭാരവാഹി തന്നെ എത്തുന്നു. ഇതിന് പിന്നാലെ ഒരു നടപടി ഉണ്ടായെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണം? കഴിഞ്ഞ ദിവസം LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പാലയിൽ പ്രചരണ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ഇതിൽ മീനച്ചിൽ താലൂക്ക് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള NSSന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ചന്ദ്രൻ നായർ പങ്കെടുത്തിരുന്നു. CP ചന്ദ്രൻ നായരെ സംബന്ധിച്ച് അദ്ദേഹം 10-18 വർഷക്കാലം LDFന്റെ പ്രതിനിധിയായ നഗരസഭയിൽ കൗൺസിലറായിരുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കൂടിയാണ് ഇപ്പോൾ സമദൂര സിദ്ധാന്തത്തിൻ്റെ നിലപാടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ LDF യോഗത്തിൽ പങ്കെടുത്തു എന്ന കാരണത്താൽ ഇപ്പോൾ NS നേതൃത്വം ഇത് ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ചന്ദ്രൻ നായർ പങ്കെടുത്ത കൺവെൻഷൻ്റെ ചിത്രങ്ങളടക്കം ചൂണ്ടിക്കാട്ടി ഒരു വിഭാഗം NS നേതൃത്വത്തിന് പരാതി നൽകുകയായിരുന്നു. ഇതിൽ പ്രധാനമായിട്ട് ഈ പരാതിയിൽ ഉന്നയിച്ചത് LDFുമായി ഇത്തരത്തിൽ സമദൂര സിദ്ധാന്തം നിലനിൽക്കെ LDFുമായി വേദി പങ്കിട്ടത് ശരിയല്ല എന്നതായിരുന്നു NS നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് ബോധ്യപ്പെടുത്തിയത്. LDFുമായി വേദി പങ്കിട്ടതിൽ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുള്ള NS നേതൃത്വം പെരുന്നയിലേക്ക് ചന്ദ്രൻ നായരെ അടക്കം വിളിച്ചു വരുത്തുന്ന സാഹചര്യം ഉണ്ടായി. 13 ഭരണസമിതി അംഗങ്ങളെയും വിളിച്ചു വരുത്തി. തുടർന്ന് രാജി ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. എന്നാൽ അതേസമയം തന്നോട് രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്നും താൻ സ്വമേധയാ രാജിവെക്കുകയാണ് ചെയ്തതെന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട ചന്ദ്രൻ നായർ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ മാധ്യമത്തിന് മുന്നിൽ പരസ്യമായി അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്തായാലും CP ചന്ദ്രൻ നായരുടെയും 13 ഭരണസമിതി അംഗങ്ങളുടെയും രാജിയെ തുടർന്ന് NSS ഹെഡ് ഓഫീസിൽ നിന്നും പുതിയ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. നിലവിൽ വൈസ് പ്രസിഡന്റായിരുന്ന ഷാജി കുമാറിനാണ് ഇതുമായി ബന്ധപ്പെട്ട ചുമതല. താലൂക്ക് കമ്മിറ്റിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ചുമതലകളും ഷാജി കുമാറിന് കൈമാറിയിട്ടുണ്ട്. എന്തായാലും ഇത് വലിയ തരത്തിൽ ഒരു ചർച്ചയായിട്ടും വിവരങ്ങൾ നൽകിയത്.